എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുള്ളവരാണ് നമ്മൾ. വ്യത്യസ്തമായ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സ്ഥലങ്ങൾക്കൊക്കെ ഇത്രയും ഭംഗിയേറിയ പേരുകൾ എങ്ങനെ വന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ കാരണങ്ങൾ തേടിയുള്ള യാത്രയിലാണ് ഞാൻ. ആ യാത്രയിൽ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിൽ നിന്നും 6 കിലോമീറ്റർ അകലെയുള്ള കല്ലമ്പലം എന്ന സ്ഥലത്താണ്. അപ്പോൾ ഈ കല്ലമ്പലത്തിന് കല്ലമ്പലം എന്ന പേര് എങ്ങനെ വന്നു എന്ന് നമുക്ക് ഇവിടുത്തെ പ്രദേശവാസികളോടൊന്ന് ചോദിച്ചു നോക്കാം. മാമ, ഈ കല്ലമ്പലത്തിന് കല്ലമ്പലം എന്ന പേരുണ്ടാകാനുള്ള കാരണം എന്താ? ഓ, പാറ, കല്ല്. അമ്പലം വല്ലതും ഉണ്ടായിരുന്നു? അപ്പൊ ഈ പള്ളിയുണ്ട്, അറിയാം. ഓക്കെ, അപ്പൊ വേറെ കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. ഇത്ര അറിയാം, ഒരു കല്ലുണ്ടായിരുന്നു, അതുകൊണ്ട് ഇവിടെ കല്ലമ്പലം എന്ന് പേര്. ഓക്കെ, കല്ലമ്പലത്തിന് ആ പേര് വരാനുള്ള കാരണം എന്താ? പക്ഷെ ആലുമായിട്ട് അമ്പലം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കല്ലമ്പലം. ആ അമ്പലവും കല്ലും കൂടെ കല്ലുമായിട്ട് ബന്ധമുണ്ട്. ഈ കല്ലും അമ്പലവും അടുത്തടുത്താണോ? അത് അപ്പൊ അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കല്ലമ്പലം. നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ സംഭവം ഇവർക്ക് അറിയാന്നുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ. അറിയത്തില്ല, അതെല്ലാവർക്കും ഒരുപോലെ വർഷത്തിനുള്ള അത് എനിക്കറിയാം. എങ്കിലും അറിയാൻ പറ്റുമല്ലോ എന്താണ് എന്റെ കേട്ട് കേൾവി കാണുമല്ലോ. എങ്ങനെയാണ് നമ്മൾ ഈ കൊച്ചിന്റെ ഇവിടെ എനിക്കറിയാം. ഇവിടെ അന്നൊന്നും ഇതൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളിവിടെ തൊട്ട് വരാനുള്ള കാരണം അറിയോ? എങ്കിലും പാറ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കല്ലമ്പലം. പേരിട്ടത്. അപ്പൊ എല്ലാവരും ഒരേ അഭിപ്രായം തന്നെയാണ് പറയുന്നത്. കല്ലും അമ്പലവും ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കല്ലമ്പലം. ഒരു ആലുണ്ടായിരുന്നു. ആ ആലിപ്പോൾ ഇല്ല ഇവിടെ. ആ ക്ഷേത്രം ഉണ്ടോ? അമ്പലം അല്ല, ഈ ആലിന്റെ മൂട്ടാണ്. ഓ, ആലിന്റെ മൂട്ടാണ് നമ്മൾ ആരാധിച്ചുകൊണ്ടിരുന്ന അമ്പലം പോലെ അല്ലേ? ഇതുപോലെ ആയിട്ടില്ല, എന്നാലും ഒരു കല്ല് ഇരുന്നുള്ളതേ ഉള്ളൂ. അതെല്ലാരും പ്രാർത്ഥിക്കുമായിരുന്നു അമ്പലം പോലെ. പാറ അങ്ങനെയാണ് കല്ലമ്പലം എന്ന് പറഞ്ഞത്. കല്ലുണ്ടായിരുന്നു, ആ കല്ല് പിന്നെ അമ്പലമായി. ആ അമ്പലം ഇപ്പോഴും ഉണ്ടോ? ഇല്ല, അവിടെ അപ്പഴും ഒരു ആലും ഉണ്ടായിരുന്നു. ആലും ഉണ്ടായിരുന്നു. അതുമാണ് കല്ലമ്പലം എന്ന് പറയുന്നത്. ചെറിയ അമ്പലം ആൽത്തറ പോലെ കല്ല്. അപ്പൊ ആ കല്ലും പിന്നെ ആലും അമ്പലവും എല്ലാം കൂടെ ചേർത്തിട്ടാണ് കല്ലമ്പലം ആയത്. ഓക്കെ, അപ്പോൾ ആ ആരുമായിട്ട് ഒരു ബന്ധവുമില്ല പേരിന്. ആലുമായിട്ട് ബന്ധമില്ല. എൻ്റെ കുടുംബം ഞാൻ ജനിച്ചു വന്നൊക്കെ ഇല്ല. ആ പാറയുടെ കൊണ്ടല്ലാണ്. പാറയുടെ കൊണ്ടല്ല നമ്മുടെ വീട് എവിടെയാണ്. പിന്നെ എൻ്റെ മോളാണ് വരും. ഇവൻ്റെ കുടുംബമാണ്. അതാണ്. അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെ അറിയാവൂ? അത്രയൊക്കെ അറിയാം. കാരണം എന്താ? അതിനെ പറ്റി എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അറിയാന്നുള്ളത് പറഞ്ഞാൽ മതി. കല്ലമ്പലത്തെ ഞാൻ ഇവിടുത്താറിനല്ല, ഇവിടെയുള്ള ആളല്ല. അല്ലല്ല, ഞാൻ കിളിമാനക്കാരനാണ്. എങ്കിലും ചെറിയ അറിവാണല്ലോ. ഇനി പറയുന്നു, ഞാനും അങ്ങനെ പറയുന്നു. അത്രേ ഉള്ളൂ. ഈ കല്ലമ്പലത്തിന് കല്ലമ്പലം എന്ന പേര് വരാനുള്ള കാരണം അറിയാം? കല്ലുള്ള സ്ഥലം കൊണ്ടാണ് കല്ലമ്പലം എന്ന് പറയുന്നത്. കല്ലുള്ള ഇവിടെ ഫുള്ള് കല്ലായത്. അപ്പൊ ഈ കല്ല് അമ്പലം, ഇവിടെ അമ്പലം ഉണ്ടായിരുന്നു നേരത്തെ? അമ്പലം ഇവിടെ ഇല്ല. പറഞ്ഞു ആല് എല്ലാം ആരാധിച്ചിരുന്നു അല്ലേ? ആരാധന കൊണ്ടായിരുന്നു. അങ്ങനെ കല്ലില് പുറത്ത് ഒരു ആൾക്കാരുടെ ദൈവാധീനമുള്ളതാണ്. അതിനുശേഷമുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ആ സ്ഥലം ഇപ്പൊ ഇല്ല. ആലും അതാണ് ആ ജനിച്ചത് ഉണ്ടായിരുന്നത്. ഒരുപാട് ആൾക്കാർ അറിയാം ഇത് കല്ലമ്പലം ആയെന്ന് പറയും. ഓ, കല്ലും അമ്പലവും ആലും എല്ലാം കൂടെ ചേർത്തിട്ട് അമ്പലം പോലെ നമ്മൾ ആരാധിച്ചിരുന്നു, എല്ലാവരും വിശ്വസിച്ചിരുന്നു. അതേ ഉള്ളായിരുന്നു. വരാനുള്ള കാരണം അറിയും? പണ്ട് കല്ലുള്ള അമ്പലം ഉണ്ട കാര്യം ആയിരിക്കും. അങ്ങനെ ആയിരിക്കണമല്ലോ. കാര്യം അത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കല്ല് പ്ലസ് അമ്പലം, അതുകൊണ്ട് കല്ലമ്പലം. പണ്ട് ഇവിടെ ഒരു ക്ഷേത്രവും കണ്ടുണ്ടായിരുന്നു. കല്ല് വെച്ചാണ് പണി. അങ്ങനെയാണ് ഇവിടെ
ഇങ്ങനെ ഒരു പേര് കേട്ടോ എന്നാണ് പറയുന്നത്. ക്ഷേത്രം ആ. കല്ല് വെച്ചിട്ടുള്ള ക്ഷേത്രം. ആ ക്ഷേത്രം ഇപ്പോൾ നിലവിലില്ല. ഇല്ല, അപ്പൊ അതിനാണ് കല്ലമ്പലം എന്ന് പേര്. കല്ല് പ്ലസ് ക്ഷേത്രം, അമ്പലം, കല്ലമ്പലം. മിക്കുള്ളവരും ഈ ഒരു ആൻസർ തന്നെയാണ് പറയുന്നത്. ഓക്കെ, കല്ലമ്പലത്തിന് കല്ലമ്പലം എന്ന പേര് എങ്ങനെ ലഭിച്ചു എന്നുള്ളത് എല്ലാവരും കേട്ടുവല്ലോ. വിവിധ കാരണങ്ങളാണ് പറയുന്നത്. മെയിനായിട്ട് ഒരു കാരണം പറയുന്നുണ്ട്, ഒരു കല്ല് വെച്ചിട്ട് ഒരു പ്രതിഷ്ഠ, അത് എല്ലാവരും ആരാധിച്ചിരുന്നു. മാത്രമല്ല അവിടെ ഒരു ആലുണ്ടായിരുന്നു, അമ്പലമായിട്ട് കണക്കാക്കിയിരുന്നു. അപ്പോൾ കല്ല് പ്ലസ് അമ്പലം, അതുപോലെയാണ് കല്ലമ്പലം എന്ന പേര് വന്നെന്ന് പറയുന്നു. അപ്പോൾ ഇതല്ലാതെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് വഴി ഞങ്ങളെ അറിയിക്കുക. പേര് വന്ന വഴിയുമായി മറ്റൊരു സ്ഥലം തേടിയുള്ള യാത്രയിലാണ് ഞാൻ. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സ്ഥലവുമായി ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ ബൈ.